വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റം വളരെ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉയർത്തി നിലനിൽക്കുന്ന സാഹചര്യമാണ്. ഇപ്പോഴിതാ ഓരോ ദിവസം കടന്നു പോകുമ്പോഴും കൂടുതൽ വിവാദത്തിലാവുകയാണ് സർക്കാർ. ദിവ്യേഷ് അയ്യരെ വിഴിഞ്ഞത്തിന്റെ ചുമതലയിൽ നിന്നും നീക്കിയതിന് പിന്നിൽ അദാനിയുടെ താൽപര്യമാണ് എന്നതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. അദാനിയുടെ സമ്മർദ്ദം ഉണ്ടായിട്ടും കഴിഞ്ഞ സർക്കാർ ഇതിന് വഴങ്ങിയിരുന്നില്ല. നിലവിൽ അദാനിയുടെ നടപടികൾ വേഗത്തിൽ നടത്തുന്നതിന് പിന്നിൽ ദിവ്യയുടെ മാറ്റമടക്കം സഹായകമായി എന്നാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. അതുമാത്രമല്ല, അദാനി നൽകിയ കത്തിൽ എംപവേർഡ് കമ്മിറ്റിയുടെ തീരുമാനം മുഖ്യമന്ത്രിയുടെ താൽപര്യം മാത്രമായി വരുമെന്ന വിമർശനവും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഈ വാർത്തയുടെ വിശദവിവരങ്ങളുമായി ഷീജ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. ഷീജ, ഗുഡ് മോർണിംഗ്. വളരെ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഓരോ ദിവസം കടന്നു പോകുമ്പോഴും ഓരോ വിവാദങ്ങൾ അതിനോട് കൂട്ടിച്ചേർക്കപ്പെടുന്ന സാഹചര്യമാണ് വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായും നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന ദിവ്യേഷ് അയ്യരുടെ ആ മാറ്റമാണ്. എന്തുകൊണ്ടായിരിക്കാം അദാനി ആ മാറ്റത്തിന് വേണ്ടി ഇത്രയധികം ശ്രമിച്ചത്? അധികാരത്തിലേറെ ആദ്യ സമയം തന്നെ അദാനിയുടെ ആ താല്പര്യം നടപ്പിലാക്കുകയായിരുന്നു വി.ഡി. സതീശൻ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് സിന്ദൂരി. ഏതായാലും വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നൊരു പശ്ചാത്തലമാണ്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലാണ് പ്രധാനമായും ഈ വിമർശനങ്ങൾ ഒക്കെ ഉയരുന്നത്. ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റം, അദാനിയുടെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ എങ്ങനെയാണ് ഈ നടപടികൾ ഇത്ര വേഗത്തിൽ നടന്നത്? കാരണം സെബിക്ക് അദാനി ആദ്യം കത്ത് നൽകുന്നു. സെബിക്ക് ഈ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള കത്ത് നൽകുമ്പോൾ സെബി അതിൽ ഒറ്റ ദിവസം കൊണ്ട് തീരുമാനമെടുക്കുന്നു. കാരണം ജൂൺ മാസം 29-ന് നൽകുന്ന കത്തിൽ അന്ന് തന്നെ സെബി അംഗീകാരം നൽകുന്നു. അപ്പോൾ ആ രീതിയിൽ സെബിയിൽ നിന്നും ഈ വേഗതയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതിന് എന്താണ് കാരണമായത്? അതിനൊപ്പം തന്നെ അതിന് തൊട്ടു പിന്നാലെ സർക്കാരിലേക്ക് കത്തെത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷയം വിവാദമായ ഒരു പശ്ചാത്തലത്തിൽ മാത്രമാണ് ആ കത്തിൽ അന്ന് തുടർ നടപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്നും കൈക്കൊള്ളാത്തത്. അതിനപ്പുറത്തേക്ക് ആ കത്ത് എംപവേർഡ് കമ്മിറ്റിയുടെ പരിഗണനയിലുമാണ്. ഈ എംപവേർഡ് കമ്മിറ്റിയുടെ പരിഗണനയിലിരിക്കുന്ന കത്തിൽ മുഖ്യമന്ത്രിയുടെ താല്പര്യത്തിനനുസരിച്ച് മാത്രമായിരിക്കും കാര്യങ്ങൾ നീങ്ങുക എന്നുള്ളൊരു വിമർശനമാണ് ഒരു ഭാഗത്ത് ഉയരുന്നത്. അതിലേറ്റവും പ്രധാനം കോൺഗ്രസിലെ നേതാക്കളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രി പല വിഷയങ്ങളിലും, അതിപ്പോൾ തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാകട്ടെ അല്ലെങ്കിൽ മറ്റ് നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാകട്ടെ, മുഖ്യമന്ത്രി സ്വന്തം നിലയ്ക്ക് പലതരം തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നു. അത് മന്ത്രിസഭയിൽ കൂട്ടായ രീതിയിൽ ആലോചിക്കുന്നില്ല, മുന്നണിയിൽ ആലോചിക്കുന്നില്ല എന്നുള്ള വിമർശനങ്ങളൊക്കെ പല ഭാഗത്ത് നിന്നായി ഉയരുന്നുണ്ട്. പക്ഷേ ആ രീതിയിൽ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് ആരും കടന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ആ വിഷയം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ദിവ്യേഷ് അയ്യരെ ഈ വിഴിഞ്ഞത്തിന്റെ ചുമതലയിൽ നിന്നും മാറ്റിയ നടപടി. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ നടന്ന IAS ഉദ്യോഗസ്ഥരുടെ ആ മാറ്റത്തിൽ ദിവ്യയെയും അവിടെ വിഴിഞ്ഞത്ത് നിന്നും മാറ്റിയിരുന്നു. ഇത് ഈ ഒരു ഓഹരി കൈമാറ്റം നടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനം. കാരണം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ദിവ്യേഷ് അയ്യരെ ചുമതലയിൽ നിന്ന് മാറ്റണം എന്നുള്ളത് അദാനി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിന് കഴിഞ്ഞ സർക്കാർ വഴങ്ങിയിരുന്നില്ല. നിങ്ങൾ പോർട്ടിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ സർക്കാരുണ്ട് എന്നുള്ളതായിരുന്നു അന്നത്തെ സർക്കാർ നൽകിയിരുന്ന ഒരു മറുപടി അദാനിക്ക്. ഏതായാലും ദിവ്യയെ മാറ്റിയതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഈ ഓഹരി കൈമാറ്റത്തിലെ തുടർ നടപടികളിലേക്കടക്കം അദാനി കടന്നിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനു മുൻപും അദാനി ആ രീതിയിലുള്ള ശ്രമങ്ങൾ, ഓഹരി കൈമാറ്റത്തിനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അന്ന് ഈ ദിവ്യ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തുടർ നടപടികളിലേക്ക് അദാനിക്ക് കടക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനം സർക്കാരിനെതിരെ. അപ്പോൾ സ്വാഭാവികമായും ദിവ്യയെ മാറ്റിയത് ഒരു അനുകൂല സാഹചര്യം അദാനിക്ക് അവിടെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ വിഷയം ഉയർന്നു വന്ന് ഇത്രയും ദിവസമായിട്ടും ഇതിൽ ഒരു വ്യക്തമായ മറുപടി നൽകാൻ മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി മന്ത്രിസഭാ യോഗത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ മാത്രമാണ് പ്രതികരണം എന്നുണ്ടെങ്കിൽ ബുധനാഴ്ചയുള്ള മന്ത്രിസഭാ യോഗം വരെ കാത്തിരിക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം പൊതുപരിപാടിക്ക് ശേഷമുള്ള പ്രതികരണം, ആ രീതിയിൽ ഒരു പ്രതികരണം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഔദ്യോഗിക പ്രതികരണം ഇതുവരെയായി ആ രീതിയിൽ ഉണ്ടായിട്ടില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് പല കോണിൽ നിന്ന് പല വിവാദങ്ങളാണ് സർക്കാരിനെതിരെ ഉയരുന്നത്. അതിലെല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടതാണ്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വിശദീകരിക്കേണ്ടതാണ്. പക്ഷേ അതിനൊന്നും തയ്യാറായിട്ടില്ല. മറിച്ച് ഒരു വാർത്താക്കുറിപ്പ് മാത്രമാണ് ഇതുവരെയായി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്ത് നിന്നും ഇറങ്ങിയിട്ടുള്ളത്. അത് തന്നെയാണ് ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള വിമർശനം മുഖ്യമന്ത്രിക്ക് നേരെ ഉയരാൻ ഇടയാക്കുന്നതും. സിന്ദൂരി. ഷീജ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ നടത്തിയൊരു പ്രതികരണമുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി ഭരണത്തിൽ ഇടപെടുന്നത് പോലെ സമാനമായ സാഹചര്യം കേരളത്തിലും ഉണ്ടാകുന്നു. അപ്പോൾ അതിനെതിരെ ശക്തമായ വിമർശനം ഉയരുന്ന സാഹചര്യം കൂടിയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു വിവേസയ്യരുടെ സ്ഥലമാറ്റത്തിൽ ഉൾപ്പെടെ ഈ ഒരു ഇടപെടൽ കാണുമ്പോൾ നമ്മളും ആ രീതിയിൽ തന്നെയല്ലേ ചിന്തിക്കുന്നത്? ഒരു BJP ഭരിക്കുന്ന സംസ്ഥാനമായി VD സതീശന്റെ നേതൃത്വത്തിൽ കേരളം മാറിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അതായത് ഈ അദാനിയെ വലിയ തോതിൽ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് അത് VD സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഉയരുന്നൊരു വിമർശനം. കാരണം അതിന്റെ ഭാഗമായി തന്നെയൊക്കെയാണ് മംഗലപുരം യാത്രയെയും അവിടുത്തെ കൂടിക്കാഴ്ചയും ഒക്കെ കാണേണ്ടത്. അതെല്ലാം ഇതിലേക്ക് നയിക്കുന്ന ഒന്നായി തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ രീതിയിലുള്ള നടപടികളിലേക്ക് പോകുന്നതിന് ഉള്ള നീക്കങ്ങൾ തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉള്ളത് എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. കാരണം സർക്കാരിന്റെ നിലപാടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അദാനിക്ക് ഒരു തുറന്ന വഴി സർക്കാരിലേക്ക് ഇടുന്നു, അതിന് മുഖ്യമന്ത്രി തന്നെ ചുക്കാൻ പിടിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷവും ഉയർത്തുന്ന പ്രധാന വിഷയം എന്ന് പറയുന്നത്. ആ രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് സംസ്ഥാന താല്പര്യങ്ങൾ പൂർണ്ണമായും ബലികഴിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് ആയിരിക്കും സർക്കാർ പോവുക. അതുകൊണ്ട് അതിൽ നിന്നും പിന്തിരിയണം എന്നുള്ളൊരു പ്രധാന ആവശ്യം തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ തുടർ നടപടികൾ ഏത് രീതിയിൽ എന്നുള്ളത് പ്രതിപക്ഷവും കൂടിയാലോചിക്കുന്നുണ്ട്. സർക്കാർ ഈ ഒരു തീരുമാനം എംപവേർഡ് കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ നിലപാട് എന്ത് എന്നത് അറിയുന്നതിന്റെ ആ നിലപാട് മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പ്രതിപക്ഷവും നിലവിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. സിന്ദൂരി. ശരി ഷീജ, വിശദമായി തന്നെ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഷീജ പങ്കുവച്ചു. ഒത്തിരി സന്തോഷം.